അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന അവിടെ സ്വാദിഷ്ടമായ ഫുഡുകളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഒരു അരിയല്ല, വേറെ ചെറുങ്ങനൊരു മാറ്റമുണ്ട്. അവിടെയുള്ള ഒരു വലിയ മീൻ തന്നെ നമ്മളെ പാത്രത്തിലാക്കിയിരിക്കുന്നത്, അതായത് ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനായിരിക്കും. കൂടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് നോക്കിയില്ല, നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കോഴിമുട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, വിഭവങ്ങൾ പലതും ഉണ്ട്. ഇപ്പം ഇന്നെന്നല്ല, പൊതുവെ ദ്വീപിൽ ഞാൻ കഴിക്കാൻ പോയ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. സൽക്കരിക്കാൻ അവർ മുൻപിലാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. നമ്മൾ ഭക്ഷണം കഴിച്ച് ആ വലിപ്പമുള്ള 2 മീനാണ് അകത്താക്കിയിരിക്കുന്നത്. അതിൻ്റെതായ ക്ഷീണം ഉണ്ടായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കോഴിമുട്ട നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല, കാരണം നമ്മൾ മീനുമായിരുന്നു. ചിക്കൻ കറിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ ആ മീനുമ കൂടി. അങ്ങനെ 2 മീനാണ് അകത്താക്കിയിട്ടുള്ളത്. അപ്പുറത്തുള്ള ഉസ്താദ് നമ്മളെ നാട്ടുകാരനാണ്, കണ്ണൂരുകാരാണ്. മൂപ്പരും ഞാൻ കഴിക്കുന്ന അതേ രൂപത്തിൽ തന്നെ കഴിക്കുന്നുണ്ട്. എന്തായാലും ദ്വീപിൽ വന്നിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. പ്രകൃതിയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ കേരളത്തെക്കാട്ടിൽ ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇറങ്ങി അവിടുന്ന്. ഉസ്താദുമാരെ തമാശകൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക, ചിരിച്ചു പോകും. ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഓലെ കൂടെ നിന്നിട്ട്. സമയം പോകാനൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഇവരെ 3 പേരെ പിന്നാലെ കൂടുമ്പോൾ വേറെ ലെവലായിരുന്നു വൈബ്. ഇതിന് മുൻപിൽ പോണ ഉസ്താദ് കണ്ണൂർ UP അധ്യാപകനാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ. അതിലൊരു അധ്യാപകനാണ്, ഒരു മൊയ്നി ഉസ്താദാണ്, അതായത് വാഹിദ് മൊയ്നി എന്നാണ് പേര്. മൂപ്പര് പോയി നാട്ടിലോട്ട് തന്നെ തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ കറക്റ്റ് ആ തെങ്ങും തോപ്പ്, നമ്മളെ നാട്ടിൽ പാടങ്ങൾക്ക് പോകണ്ടേ, എങ്ങനെയൊക്കെ തെങ്ങും തോപ്പാണെങ്കിൽ അവിടെ ഫുള്ളായിട്ട് തെങ്ങാണ്. അതായത് ദ്വീപിൽ ഇവിടെ ഫുള്ളായിട്ട് തെങ്ങ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കൃഷി ഞാൻ കണ്ടില്ല ഇവിടെ. അതായത് കൃഷി അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല, ആരും ചെയ്യില്ല എന്ന് തോന്നുന്നു. പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ്. പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാതും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി. ഇവിടെ ഉള്ളത് ആകെ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളെ ഓയിലിൻ്റെ, അതായത് വെളിച്ചെണ്ണൻ്റെ മില്ലൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ തന്നെ അല്ലേ പറയാ. ഉസ്താദുമാർ നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു വീഡിയോ പിടിച്ചിട്ട്. അവരങ്ങനെ തമാശ പറഞ്ഞ് അങ്ങനെ നടക്കണം, നമ്മൾ വീഡിയോ പിടിച്ച് പിന്നാലെ നടക്കണം. എന്തായാലും കഴിയുന്നവരൊക്കെ ലക്ഷദ്വീപിക്ക് വരണം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളൊരു ആളെ പെർമിറ്റ്, സമ്മതം കൂടെ നമുക്ക് വേണം, എന്നാലേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുക. ലക്ഷദ്വീപ് വളരെ സ്ട്രിക്റ്റ് ആണ്, മറ്റുള്ള ദ്വീപ് പോലെയല്ല. ഇവിടെയുള്ള ആരെങ്കിലും പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ദ്വീപിലേക്ക് പ്രവേശനം ഉണ്ടാവുക, അല്ലാണ്ട് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. അതുതന്നെ ഇവിടെ ഉള്ളവരേക്കാൾ 3 ഇരട്ടി ആയിരിക്കും ടിക്കറ്റ്. ഇവിടെ ഇപ്പോൾ 350 രൂപ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1600 രൂപ നമ്മൾ ടിക്കറ്റിന് തന്നെ വരും. അങ്ങനെയൊക്കെ. പിന്നെ പാക്കേജൊക്കെ ഉണ്ട്, പാക്കേജിൽ വരാൻ നോക്കുക. പാക്കേജൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടാൽ മതി, നമ്മൾ ശരിയാക്കി തരും ഇൻഷാ അല്ലാഹ്. എന്താണ് ഞാൻ ഈ ഒരു പള്ളിയിലാണ്, ഈ ഒരു ചുറ്റുവട്ടത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഈ പള്ളിനോട് ചേർന്നിട്ടാണ് എൻ്റെ വീട്. ആ പള്ളിന് നേരെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു സുന്നി സെൻ്റർ ഉണ്ട്. അവിടെ വൈഫൈ ബോക്സ് ഉണ്ട്. ആ ഒരു വൈഫൈ ബോക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ നെറ്റ് കണക്ഷന്. നമ്മൾ എന്തെങ്കിലും നെറ്റ് നാട്ടിലേക്കോ ആരെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സുന്നി സെൻ്ററിൽ വന്നിരിക്കണം. അവിടുന്ന് വൈഫൈ ബോക്സിൽ നിന്ന് നെറ്റ് കണക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുക. ഇതാണ് അവിടുത്തെ പ്രകൃതി. പള്ളീനോട് ചേർന്ന് നല്ലൊരു കുളമുണ്ട്. പിന്നെ വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഡിറ്റ് ആക്കിയിട്ടൊന്നുമില്ല, ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്
അങ്ങനെ ആഡാക്കാണ്. ഒരുപാട് തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. പിന്നെ എന്താ പറയുക, നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലുള്ള നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയൊക്കെ തന്നെ, ഒരുപാടൊന്നും നീട്ടിക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ലക്ഷ്യം എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സുന്നി സെൻറ്റർ പോവുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ സുന്നി സെൻറ്ററിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ 4 പേരും ഭക്ഷണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടുള്ള നടത്താണ്. ലക്ഷദ്വീപിൽ ഇനി അധിക ദിവസമൊന്നുമില്ല. 1 മാസം പെർമിറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് കയറണം, അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. 14 ദിവസത്തെ പെർമിറ്റ് ഉണ്ട്, 1 മാസത്തെ പെർമിറ്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.